7 ആകാശങ്ങളും കടന്നു മക്കയിൽ നിന്ന് ഫലസ്തീനിലെത്തി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലെത്തി. അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്നുപോയി അള്ളാഹുവുമായി തിരുമുൽക്കാഴ്ച നടത്തി തിരിച്ചു വന്നിട്ട് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ സർവരാലും വ്യാജനെന്ന് പറഞ്ഞു, ഭ്രാന്തനെന്ന് പറഞ്ഞു, കളവ് പറയുന്നവരെന്ന് പറഞ്ഞു. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സംശയമില്ല, ഞാൻ അതിനെ വാസ്തവീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് പകർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് സത്യസന്ധത എന്നുള്ളത്. ഒരു മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും മറ്റുള്ളവരിലേക്ക് ആകർഷണീയമായ വഴി അവർക്ക് തുറന്നു കൊടുക്കുന്നതും ഏതൊരാളിലും സത്യസന്ധത എത്രമാത്രമുണ്ടോ അതിനനുസൃതമായിരിക്കും. വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനായിരുന്നു. ആ ഒരു കാലയളവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മദ്യപാനികളും വ്യഭിചാരികളും അധർമ്മകാരികളും അജ്ഞത തളം കെട്ടി നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ അക്രമവും അരുതായ്മകളും അനീതികളും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി പുലർത്തിപ്പോന്നിരുന്ന ജനവിഭാഗമായിരുന്നിട്ട് പോലും ആ ഒരു കാലയളവിൽ സർവരാലും വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, കറകളില്ലാത്ത, കളങ്കങ്ങളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത തെളിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയാണ് എന്ന് സർവരാലും സാക്ഷ്യപ്പെടുത്തപ്പെട്ടവരായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നത് ഈ സത്യസന്ധത എന്നുള്ള സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 119-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് അതാണ്. നിങ്ങൾ സത്യസന്ധരോടൊപ്പമാകുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിത വിജയമുണ്ടാകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോടൊപ്പമായിരിക്കണം. ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് നിങ്ങൾ തഖ്വയോടെ ജീവിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. വജ്തിനാബു നവാഹിഹി, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ തഖ്വക്ക് ഒരുപാട് വിശദീകരണങ്ങളും നിർവചനങ്ങളും പറയുന്നുവെങ്കിൽ അതിൽ പ്രാധാന്യമേറിയതാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുക. ആ ഭക്തി നിലനിൽക്കണമെങ്കിൽ, ആ സൂക്ഷ്മത നിലനിൽക്കണമെങ്കിൽ വകൂനു മഅസ്സാദിഖീൻ, അള്ളാഹു പറയുന്നു നിങ്ങൾ സത്യസന്ധരോടൊപ്പമാകണം, തെളിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളാകണം. സത്യസന്ധരിൽ അനുഗ്രഹീതരാണ്, സത്യസന്ധരുടെ നായകനാണ്, സാദിഖുൽ മസ്ദൂഖാണ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തിരുജീവിതത്തെ കണ്ടുപഠിക്കുകയും പകർത്തുകയും ചെയ്തപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് സിദ്ദീഖ് എന്ന പേര് കൊണ്ടറിയപ്പെട്ടത്. സിദ്ദീഖുകൾക്കൊരു പ്രത്യേകതയുണ്ട്, സത്യസന്ധർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ചെറുപ്പം മുതലേ കറകളില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചു നോക്കൂ. കുഞ്ഞുനാള് തൊട്ടേ മുത്തുനബിയാണ് ഇഷ്ടകൂട്ടുകാരൻ. ആ ഒരു സത്യസന്ധനോടൊപ്പം ചേർന്നപ്പോൾ ജീവിതത്തിൽ ആ ഒരു നല്ല മാർഗം കടന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ പിതാവ് അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ അക്കാലയളവിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാരിയായിരുന്നു. സ്വർണ്ണ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെ ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയില്ല, സ്വർണ്ണ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവരായിരുന്നു. പ്രിയപ്പെട്ട മകന് സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അതിലൊന്നും അടിമപ്പെടാതെ സത്യസന്ധതയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് മിഅ്റാജിൻ്റെ രാത്രിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങളും കടന്നു മക്കയിൽ നിന്ന് ഫലസ്തീനിലെത്തി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലെത്തി. അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്നുപോയി അള്ളാഹുവുമായി തിരുമുൽക്കാഴ്ച നടത്തി തിരിച്ചു വന്നിട്ട് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ സർവരാലും വ്യാജനെന്ന് പറഞ്ഞു, ഭ്രാന്തനെന്ന് പറഞ്ഞു, കളവ് പറയുന്നവരെന്ന് പറഞ്ഞു. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിലെനിക്ക് സംശയമില്ല, ഞാനതിനെ വാസ്തവീകരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ തിരുദൂതരെ സത്യസന്ധനാക്കിയത് കൊണ്ട് ലോകത്ത് സുദ്ദീഖ് എന്നറിയപ്പെട്ടവരാണ്. ലോകത്ത് ഏതൊരു സത്യസന്ധനെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അവർ തെളിഞ്ഞ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പ്രധാന വിശേഷണമായി പറഞ്ഞത് വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ സ്ത്രീകളും സത്യസന്ധരായ പുരുഷന്മാരും. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅജ്റൻ അലീമ, ഉന്നതമായ പ്രതിഫലം സ്വർഗ്ഗലോകം അവർക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ എങ്ങനെ കാണാം, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ സത്യസന്ധരാകണമെന്നുള്ളതാണ്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത എന്നുള്ളത് അത് ഗുണത്തിലേക്ക് നയിക്കുന്നു. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ഗുണമെന്നുള്ളത് അത് നിങ്ങളെ സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്ന്. എന്നിട്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ കളവിനെ കുറിച്ച് പറയുന്നുണ്ട്. സത്യസന്ധതയുടെ നേർ വിപരീതമായ കളവിനെ കുറിച്ച് പറയുന്നു. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. കളവ് എന്നുള്ളത് അത് തമ്മാടിത്തരങ്ങളിലേക്കാണ് നയിക്കുന്നത്, അതോ അത് നരകാഗ്നിയിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധതയാണ് ഒരു മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മുത്തുനബിയിൽ നിന്ന് എനിക്ക് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞ ഉന്നതമായ ഒരു കാര്യമാണ്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയമുള്ളതിനെ നീ ഒഴിവാക്കണം സംശയമില്ലാത്തതിലേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, സത്യസന്ധത എന്നുള്ളത് ഇന്ന സിദ്ഖ തുമഇനീനത്തുൻ, അതൊരു സ്വസ്ഥതയും സമാധാനവുമാണ്. എന്നാൽ കളവ് എന്നുള്ളത് അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അരികിൽ വന്ന് ഒരു സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നബിയെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ 4 തെറ്റുകൾ ചെയ്യാറുണ്ട്, അത് 4ഉം ഒരുമിച്ച് ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതിൽ നിന്ന് 1 അങ്ങ് തിരഞ്ഞെടുത്ത് തന്നാലും. അള്ളാഹുവിൻ്റെ തിരുദൂതർ ചോദിച്ചു, നീ ചെയ്യുന്ന 4 തെറ്റുകൾ എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറുണ്ട്, മോഷ്ടിക്കാറുണ്ട്, വ്യഭിചരിക്കാറുണ്ട്, കളവ് പറയാറുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ കളവ് പറയുന്നതിൽ നിന്ന് മാറി നിന്നാൽ മതി എന്ന്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി. കളവ് പറയരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സന്തോഷം കൊണ്ട് തിരിച്ചു പോയി. അടുത്ത ദിവസമായപ്പോൾ ആ മനുഷ്യന് ഈ തെറ്റുകളൊക്കെ ചെയ്യേണ്ട സമയം വന്നപ്പോൾ മനസ്സിങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങി, ശരീരം വിറകൊള്ളാൻ തുടങ്ങി. മദ്യപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ തനിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളോട് ആരോ വന്ന് സംസാരിക്കുന്നത് പോലെ, എടാ, ഇന്ന് നീ കള്ളു കുടിച്ചിട്ട്, ഇന്ന് നീ മദ്യപിച്ചിട്ട്, അതല്ലെങ്കിൽ ഇന്ന് മയക്കുമരുന്നിൻ്റെ വ്യാപനം നടക്കുന്ന കാലമാണല്ലോ, അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ട് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തുമ്പോൾ എന്നോട് ചോദിക്കും, നീ ഇന്നലെ മദ്യപിച്ചോ എന്ന്. മദ്യപിച്ചു എന്ന് നീ സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അവിടുത്തെ കോപം നിനക്കുണ്ടാകും. അതിലൂടെ സട്ടാവായ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് കോപിക്കും. അതുകൊണ്ട് നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ആത്മകഥം ചെയ്യാണ്, ഞാൻ കളവ് പറഞ്ഞ് രക്ഷപ്പെടും. അപ്പോഴാരോ വന്ന് നാവിൽ പിടിക്കുന്നത് പോലെ, കളവ് പറയരുത്, കളവ് പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? ഞാൻ അടുത്ത ദിവസം മുത്തുനബിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്ന് കള്ളു കുടിക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ മോഷണത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സമയമായപ്പോൾ കളവ് പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള മുത്തുനബിയുടെ ഉപദേശം കൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അടുത്ത ദിവസം മുത്തുനബിയുടെ തിരുസവിധത്തിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എടാ, ഇന്നലെ നീ മദ്യപിച്ചോ? ഇന്നലെ നീ വ്യഭിചരിച്ചോ? ഇന്നലെ നീ മോഷ്ടിച്ചോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയെ, അത് ചെയ്തില്ല, അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താ നീ ചെയ്യാതിരുന്നത്? ഞാൻ കളവ് പറയരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷെ ആരോ എന്നോട് വന്നിങ്ങനെ സംസാരിക്കുന്നു, എൻ്റെ ചിന്താമണ്ഡലങ്ങൾ വിറകൊള്ളാൻ തുടങ്ങി. ഇന്ന് മദ്യപിച്ചിട്ട് അടുത്ത ദിവസം മുത്തുനബിയുടെ അരികിലെത്തുമ്പോൾ അതൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനോട് കോപിക്കുമെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ വിഷമത്തിലാക്കി. കളവ് പറയാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് കളവ് പറയില്ല എന്നുള്ള പ്രതിജ്ഞ എനിക്ക് തടസ്സമായത്. അതുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു നബിയെ.
അള്ളാഹുവിൻ്റെ തിരുദൂതർ സച്ചരിതരായ സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, കണ്ടോ, ഈ മനുഷ്യൻ കളവിൽ നിന്ന് മാറി നിന്നപ്പോൾ സത്യസന്ധതയുടെ വെളിച്ചം ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അടിക്കുകയാണ്. കളവ് എന്നുള്ള അപകടത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ജീവിതത്തിലെ സകല തെറ്റുകളിൽ നിന്നും ആ മനുഷ്യനെ അത് അകറ്റി നിർത്തി അവനെ സത്യസന്ധതയുടെ പ്രതീകമാക്കി മാറ്റുകയാണ്. ഇതാണ് കളവ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര കളവ് പറയുന്നു. വൈലുല്ലിൽ മുഖദ്ദിബീൻ, വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്, കളവ് പറയുന്നവർക്കാണ് വമ്പിച്ച നാശമുള്ളത്, അവർക്ക് നരകാഗ്നിയുണ്ട് എന്ന്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉന്നതനായ ഒരു മനുഷ്യന്റെ സ്വഭാവ വിശേഷണങ്ങളിൽ അനുഗ്രഹീതമാണ് സത്യസന്ധത എന്നുള്ളത്. നമ്മുടെ ജീവിതം തെളിഞ്ഞ ജീവിതമായിരിക്കണം. ഒരു വെളുത്ത വസ്ത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും നിറത്തിലുള്ള ഒരു കറ ബാധിച്ചാൽ അത് പെട്ടെന്ന് എടുത്ത് കാണുമല്ലോ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന് കറ ബാധിച്ചാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മകൾ കടന്നു വരുന്നത് കുറവായിരിക്കും. പിന്നെ നമ്മുടെ ചിന്തകൾ തിന്മയുടേതായിരിക്കും. എപ്പോഴും നമ്മുടെ ടാങ്ക് സംശുദ്ധമായിരിക്കണം, ഹൃദയമാകുന്ന ടാങ്ക് സംശുദ്ധമായിരിക്കണം. അപ്പോഴാണ് ആ ഹൃദയത്തിൽ നിന്നുള്ള പുറത്തേക്ക് വെള്ളം വരേണ്ട, ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന ടാപ്പുകൾ, ആ ടാപ്പുകൾ തുറക്കുമ്പോൾ മലിനജലം വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? ടാങ്ക് ഇടയ്ക്കിടെ കഴുകി വൃത്തിയാക്കണം. നമ്മുടെ ഹൃദയം സത്യസന്ധതയുടെ പ്രകാശിതമായ ഹൃദയമായിരിക്കണം. എങ്കിലേ ആ ടാപ്പുകളാകുന്ന കണ്ണിലൂടെ നല്ലത് കാണാൻ കഴിയും. അതുപോലെ തന്നെ കാതുകളിലൂടെ നല്ലത് കേൾക്കാൻ കഴിയൂ. കൈകാലുകൾ കൊണ്ട് നല്ലതിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ. സത്യസന്ധത ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കൈമുതലായാൽ തീർച്ചയായും അവന്റെ കണ്ണിലൂടെ, കാതുകളിലൂടെ, കൈകാലുകളിലൂടെ സത്യസന്ധതയുടെ വെളിച്ചമായിരിക്കും മറ്റുള്ളവർക്ക് പകർന്നെടുക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്കേറെ മാതൃകയായിരിക്കും. നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സച്ചരിതരായ ആളുകൾ, സത്യസന്ധതയുടെ നായകന്മാർ, അവരെക്കുറിച്ച് പഠിച്ചു നോക്കൂ. അവരുടെ വാക്കുകളാണ് ആളുകൾക്ക് ആശ്വാസം, അവരുടെ നോട്ടമാണ് ആളുകൾക്ക് പ്രതീക്ഷ, അവരുടെ സാന്നിധ്യമാണ് ആളുകൾക്ക് വലിയ സന്തോഷത്തിൻ്റെ വഴിയായി, ആപൽഘട്ടങ്ങളിൽ നിന്ന് രക്ഷയായി മാറിയിട്ടുള്ളത്. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പറയുന്നത്, വഖൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോടൊപ്പമായിരിക്കണമെന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ സത്യസന്ധതയുടെ നായകന്മാരോടൊപ്പം ചേരുവാനും ജീവിതം സത്യസന്ധതയുടെ വഴിയിലൂടെ നയിക്കുവാനും സത്യസന്ധതയുടെ നായകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി ജീവിതം ധന്യമാക്കുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, പരസ്പരം ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചു നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ റമദാൻ റമദാൻ